ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേതാമസ് ആണ്. അപ്പോൾ അടിപൊളിയായിട്ടാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടൈം ടേബിൾ ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എപ്പോഴൊക്കെയാണ് എക്സാം നടക്കാൻ പോകുന്നത്, ഏതൊക്കെ സബ്ജക്ട്സ് ആണ്, എവിടെയൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്ന ഒരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പോൾ മക്കളെ, നമുക്ക് അധികം സമയം കളയാതെ തന്നെ എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഈ ഒരു ക്വസ്റ്റ്യനിലെ എക്സാമിനൊക്കെ ചോദിക്കാറുള്ള ഈ ഒരു ചോദ്യം എന്താണ് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കിടക്കാം അല്ലേ. നമ്മുടെ ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് ഇതാണ്. ലഹരി വിരുദ്ധ ക്യാമ്പയിന് വേണ്ടിയിട്ട്, റാലിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തത്? 2 മീറ്റർ നീളവും 50 സെന്റിമീറ്റർ വീതിയുമുള്ള ബാനറാണ് തയ്യാറാക്കിയത്. ബാനർ വാസ് പ്രിപ്പയർഡ് ഫോർ ദ ആന്റി ഡ്രഗ് റാലി വിത്ത് ലെങ്ത് 2 meters. ലെങ്ത് എത്രയാണ്? ലെങ്ത് എന്ന് പറയുന്നത് 2 meters അതേപോലെ വിഡ്ത്ത് അഥവാ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 50 centimeter ആയിരുന്നു. ഇനി നമ്മുടെ ഫസ്റ്റ് ചോദ്യം നോക്കിയാലോ. ബാനറിന്റെ നീളം എത്ര സെന്റിമീറ്റർ ആണ്? ബാനറിന്റെ നീളം നമുക്കിവിടെ തന്നിട്ടുണ്ട് 2 മീറ്റർ നീളമാണ്, അഥവാ 2 meter ആണ് ലെങ്ത് എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? ഈ മീറ്ററിനെ അല്ലേ, 2 മീറ്ററിനെ നമ്മൾ എന്താക്കി എഴുതണം? സെന്റിമീറ്ററിലേക്ക് മാറ്റി എഴുതണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാലോ 2 മീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 × 100 അഥവാ 200 സെന്റിമീറ്റർ ആയിരിക്കും. നമ്മുടെ 2 മീറ്ററിന് എത്ര സെന്റിമീറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 200 സെന്റിമീറ്റർ ആയിരിക്കും. സെറ്റ് അല്ലേ? ഇനി അടുത്ത് നോക്കിക്കേടാ. ബാനറിന്റെ പരപ്പളവ് എത്ര ചതുരശ്ര സെന്റിമീറ്റർ ആണ്? വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ ബാനർ ഇൻ സ്ക്വയർ സെന്റിമീറ്റേഴ്സ്? ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ. ഏരിയ ലെങ്ത്തും ബ്രെഡ്ത്തും തന്നതാണെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാലോ അല്ലേ. എന്താ ചെയ്യേണ്ടത്? L×B ചെയ്താൽ മതി. അപ്പൊ ഇവിടെ L എത്രയാ നമുക്കറിയാം? 200 സെന്റിമീറ്റർ ആണ്. അതേപോലെ ഇവിടെ B എത്രയാണ്? 50 ആണ്. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടൂടാ? എത്രയാണ് ഇതിന്റെ ലെങ്ത് എന്നുള്ള, അതായത് ഏരിയ എത്രയാണെന്നുള്ള കാര്യം നമുക്ക് കിട്ടും അല്ലേ. അപ്പൊ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ചെയ്യാം. 2 × 5 എന്ന് പറയുന്നത് 10 ആണ്. ഇവിടെയോ 3 0 കൂടെ. നമ്മളോട് ഓൾറെഡി ചോദിച്ചിട്ടുണ്ട് സ്ക്വയർ സെന്റിമീറ്റർ അല്ലേ, ചതുരശ്ര സെന്റിമീറ്റർ എന്ന് നമ്മളോട് ആദ്യമേ ചോദിച്ചിട്ടുണ്ട്. 10,000 സ്ക്വയർ സെന്റിമീറ്റർ ആണ് നമ്മുടെ ഈ ഒരു ബാനറിന്റെ ലെങ്ത് എന്നുള്ള കാര്യം എൻ്റെ മക്കൾക്ക് മനസ്സിലാക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, നമുക്കിനി നമ്മുടെ മുന്നിലുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എക്സാംസ് വരാൻ പോവാണല്ലേ, നമ്മുടെ ക്രിസ്മസ് എക്സാം. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത്, നമ്മൾ മെയിനായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക, ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം പഠിക്കുക, എല്ലാം പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എസ്പെഷ്യലി ഇപ്പം മാത്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ചാപ്റ്റേഴ്സ് എടുക്കാം, അതിൽ നിന്ന് പഠിക്കാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നല്ലപോലെ പഠിച്ചെടുക്കുക. ഈ ഒരു കാര്യങ്ങളാണ് ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഈ ഒരു സമയത്ത് വരും എന്നുള്ള കാര്യം മിസ്സിനറിയാം. പക്ഷെ അതൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡൗട്ട് ക്ലിയറൻസും അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും ആയിട്ടാണ് നമ്മുടെ ക്ലാസ് 5ന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചായ പൃഥ്വി ബാച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അപ്പോൾ കുറേ അധികം ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് ഈ ബാച്ചിൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യുക, നിങ്ങളുടെ ഡൗട്ടൊക്കെ ഒരാളെ അഡ്രസ്സ് ചെയ്യാനുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണല്ലേ നിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നമ്മൾ 30% ഓഫ് കേട്ടോ, മെഗാ ഓഫറിന്റെ ഭാഗമായിട്ട് 30% ഓഫിലാണ് ഈ ഒരു ബാച്ച് വീണ്ടും ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഈ ഒരു ഓഫർ തീരാൻ പോവാണ്. അതിന് മുന്നേ തന്നെ നിങ്ങൾ ഇത് എത്രയും വേഗം ഈ ഒരു ഓഫർ നിങ്ങൾ ഈ ബാച്ച് വേഗം പർച്ചേസ് ചെയ്യാനുള്ള കാര്യമാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പോൾ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇനി കൂടുതൽ വീഡിയോസുമായിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.